ഇന്ന് ലെവിക്കുട്ടിന്റെ അപ്പച്ചനും അമ്മച്ചും വരാൻ പോവാണ് ബാംഗ്ലൂരിൽ നിന്ന്. ലെവി എക്സൈറ്റഡ് ആണോ? ലെവിക്കുട്ടിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു മാസം മുമ്പേ അവനുള്ള ഗിഫ്റ്റ് എല്ലാം മേടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് ഡാഡിയും മമ്മിയും മൈസൂരിൽ. അങ്ങനെ ഫൈനലി അവരിന്ന് വൈകിട്ടെത്താൻ പോവാണ് കേട്ടോ. ഇവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. റേച്ചാൻ്റെ അക്കയുടെയും മമ്മി. ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. പക്ഷെ മമ്മിക്ക് ആ സമയത്തേക്ക് വയ്യാതായി. അപ്പോൾ മമ്മിയും ഡാഡി എത്തുന്നതിന് മുമ്പേ നമുക്കൊരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. റിജോഷ് തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു പെട്ടിയുമായിട്ടാണ് എത്തിയത്. വേറെ ഒന്നുമല്ല, ഫോട്ടോയിൽ കാണുന്ന നിഖിലയില്ലേ, ആ മോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ട് റിജോഷിനെ വിളിച്ച് അവൻ്റെ അഡ്രസ്സിൽ ലെവിക്കുട്ടിന് ഒരു ബോക്സ് ഗിഫ്റ്റാണ് കൊടുത്തു വിട്ടത്. അതിനകത്ത് ആ മോളുടെ പപ്പ സജസ്റ്റ് ചെയ്താണ് ബൈബിള്. പിന്നെ ഇതെല്ലാം ലെവിക്കുട്ടിന് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ താരങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ലെവിക്കുട്ടി നേരത്തെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗേറ്റിൻ്റെ അവിടെ. ഓ സ്തോത്രം, ഡാഡിയും മമ്മി സേഫ് ആയിട്ട് അങ്ങനെ പിന്നെ UK കാലുകുത്തിയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം വരാൻ നേരത്തും ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്, ഭയങ്കര പ്രൗഡുമാണ്. 6 മാസം മുമ്പെയാണ് അവർ ഇവിടുന്ന് പോയത്. പിന്നെ ഫെബ്രുവരി നമ്മൾ നാട്ടിൽ ചെന്നപ്പോഴും കണ്ടു. പക്ഷെ എന്നാലും എപ്പോഴൊക്കെ മമ്മിയും ഡാഡിയും UK വരും അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് ഡാഡിയും മമ്മി. 6 മാസം ഇവിടെയാണെങ്കിൽ 6 മാസം അവിടെ അടിച്ചു പൊളിക്കും. ഈ പ്രായത്തിൽ രണ്ടുപേരും ട്രിപ്പ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചാടിത്തുള്ളി ഇറങ്ങും. അതിനുള്ള മനസ്സും ആരോഗ്യം ദൈവം കൊടുക്കുന്നുണ്ട്. അതാണ് അവരുടെ വിജയം. ഡാഡി വന്നത് നോട്ട് ചെയ്തത് പുതിയ കിച്ചൺ ഫ്ലോറും പുതിയ ഫ്രിഡ്ജുമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കയറ്റി വെക്കാൻ.